guys, welcome back to our YouTube channel World of English Literature. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ നവമി ഷിഹാബ് നായി എഴുതിയിട്ടുള്ള പോയത്തിൻ്റെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറിയാണ്, ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ, ഒരു സിമ്പിൾ സമ്മറി ഇൻ മലയാളമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മച്ച് ഹാപ്പിനെസ് എന്ന കവിതയിൽ കവി സന്തോഷത്തിൻ്റെ സ്വഭാവത്തെ വളരെ മനോഹരമായിട്ടാണ് വിവരിക്കുന്നത്. കവിയുടെ അഭിപ്രായത്തിൽ ദുഃഖം കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്, എന്നാൽ സന്തോഷം അങ്ങനെയല്ല. ദുഃഖം കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? അതിന് ഒരു കാരണമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവാനായിട്ട് ഒരു കാരണമുണ്ടാകും. ഒരു മുറിവ് പോലെ അതിനെ നമുക്ക് പരിചരിക്കാൻ പറ്റും. ലോകം തകർന്നു വീഴുമ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കയ്യിലെടുത്ത് നോക്കാൻ കഴിയും. എന്നാൽ സന്തോഷം അങ്ങനെയല്ല എന്നാണ് നമ്മുടെ കവി പറയുന്നത്. അത് സ്വതന്ത്രമായി ഒഴുകുന്ന ഒന്നാണ് സന്തോഷം. സന്തോഷത്തെ നമുക്ക് പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ കഴിയില്ല. സന്തോഷം ഒരു പക്ഷിയെ പോലെയാണ്. ഓക്കെ, സന്തോഷത്തിന് നമ്മളിവിടെ ഒരു പക്ഷിയെ പോലെ ആയിട്ടാണ് നമ്മളുടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. സന്തോഷം ഒരു പക്ഷിയെ പോലെ അടുത്ത വീട്ടിൻ്റെ മേൽക്കൂരയിൽ പാടിയിരുന്ന് എപ്പോൾ വേണമെങ്കിലും പറന്നു പോകാം. സന്തോഷം എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് നഷ്ടമാകാം. ഒരു കിളി എങ്ങനെയാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, ഒരു കിളി എത്ര പെട്ടെന്നാണ് പറന്നു പോകുന്നത്, അതേപോലെ നമ്മളിൽ നിന്ന് സന്തോഷവും പറന്നു പോകാം എന്നാണ് കവി പറയുന്നത്. ഒരാൾക്ക് യഥാർത്ഥമായി സന്തോഷം ലഭിച്ചാൽ നമുക്ക് ചുറ്റുപാടുകളിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും അവനെ എന്താക്കില്ല, നിരാശനാക്കില്ല, അല്ലെ അസന്തുഷ്ടനാക്കില്ല. പൊടിയോ ശബ്ദമോ വൃത്തിയാക്കാനുള്ള ജോലിയോ പഴകിയ വസ്തുക്കളോ എന്തൊക്കെയാണെങ്കിലും അതിൽ നിന്നെല്ലാം അവൻ എന്തു ചെയ്യാൻ പറ്റും? സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പം സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായ ഒരു കാര്യമാണ്. വളരെ വലുതായ ഒരു കാര്യമായതുകൊണ്ടാണ് ഒരാൾക്ക് സന്തോഷത്തെ ഒരാളുടെ ഉള്ളിൽ ഒതുക്കി നിർത്താൻ കഴിയാത്തത്, അല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷം വരുമ്പോഴത്തേക്ക് നമുക്കത് ആരോടെങ്കിലും പറയാതിരുന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അത്ര വലുതായതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ കഴിയാത്തത്. അങ്ങനെ സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷമായിട്ടുള്ള ആള് സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളുടെ ആ ഒരു സന്തോഷം നമുക്ക് പകരാനായിട്ട് പറ്റും. ആ ഒരു സന്തോഷത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പക്ഷെ എന്തെടുക്കാൻ പറ്റില്ല, നമുക്ക് മനുഷ്യർക്ക് മാത്രം സ്വന്തമാക്കാനായിട്ട് പറ്റില്ല, സ്വന്തമാക്കേണ്ടതുമല്ല. എങ്ങനെ? ചന്ദ്രനെ സ്വന്തമാക്കിയതായിട്ട് രാത്രി ഒരിക്കലും അവകാശപ്പെടുന്നില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് സന്തോഷം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുകയാണ് ചെയ്യേണ്ടത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സമ്മറിയാണ്. നിങ്ങൾക്ക് ഞാനൊരു ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷൻ, ഒരു ഇംഗ്ലീഷ് സമ്മറിയും കൂടി വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകാം. The poem describes the nature of happiness. Unlike sadness, which has a clear cause and can be dealt with, happiness is free and cannot be controlled. It spreads naturally and fills every aspect of life with joy. When a person is truly happy, even ordinary or difficult things seems beautiful. The poet concludes that happiness is a gift that flows through us and should be shared with others. ഇതിൻ്റെ തീംസും കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ദ മെയിൻ തീം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, ഫ്രീ ആണ്, അതുപോലെ തന്നെ അൺകൺട്രോളബിളുമാണ്. അത് പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യും. നാച്ചുറലി പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യുന്ന ഒന്നും കൂടെയാണ് നമ്മളുടെ ഹാപ്പിനെസ്. അതിൻ്റെ ഒരു നേച്ചറാണ് ഇവിടെ പറയുന്നത്, ഒരു സ്വഭാവം. പിന്നെ അടുത്ത ഒരു തീമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോയത്തിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഹാപ്പിനെസ്സും സാഡ്നെസ്സും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഇവിടെ തരുന്നുണ്ട്.
സാഡ്നെസ്സിന് ഒരു ഡെഫിനറ്റ് കോസ് ഉണ്ടല്ലേ, ഒരു കാരണം കാണും, നമുക്കൊരു സങ്കടം വരാനുള്ളൊരു കാരണം കാണും. പക്ഷേ സന്തോഷം ഒരു റീസണും ഇല്ലാണ്ടും നമ്മുടെ ലൈഫിലേക്ക് വരാറുണ്ട്. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ഓഫ് എവറി ഡേ ലൈഫാണ്. ഓക്കെ, ഈവൻ സിമ്പിൾ തിങ്സ്, എന്താണ്, ചെറിയ ചെറിയ കാര്യം, ക്ലീനിങ്ങോ ഫ്ലോർ ക്ലീനിങ്ങോ അല്ലെങ്കിൽ വീട്ടു ജോലിയോ എന്തായിക്കോട്ടെ, എന്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ കാര്യത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി അടുത്ത ഒരു തീം എന്ന് പറയുന്നത് ഷെയറിങ് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് സ്പ്രെഡ്സ് ടു എവറിതിങ് ആൻഡ് എവ്രി വൺ അറൗണ്ട് അസ്, അല്ലേ? ഹാപ്പിനെസ് നമുക്ക്, നമ്മളൊരു ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് ബാക്കിയുള്ളവരിലേക്ക് നമ്മുടെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും നമുക്ക് ആ ഒരു സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് ഒരു മെയിൻ തീമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് പോയറ്റിക് ഡിവൈസസ് നോക്കാം. പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് പെർസോണിഫിക്കേഷനാണ്. ഗീവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്, അല്ലേ? മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നൽകുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ്, അതായത് ഇവിടെ ഒരു ഹാപ്പിനെസ്സിനെ ഒരു സിംഗിങ് ബേർഡുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഹാപ്പിനെസ് ജീവനില്ലാത്തൊരു വസ്തുവാണ്, അതിന് നമുക്ക് സിംഗിങ് ബേർഡ്, ഹാപ്പിനെസ് പാട്ട് പാടുവാണ് എന്നുള്ളൊരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ. എവറിത്തിങ് ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ, എല്ലാത്തിനും ഒരു ജീവനുണ്ട്, ലൈഫുണ്ട്, ജീവിതമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഒരു പേഴ്സോണിഫിക്കേഷന് വേറെ 2 എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ദ സൺ ഈസ് സ്മൈലിങ്, സണ്ണ് ചിരിക്കുകയാണ്, അല്ലേ? സണ്ണ് വെച്ചാൽ സൂര്യനും ജീവനില്ലാത്തതാണ്, അത് ചിരിക്കുകയാണ്. ചിരിക്കുന്നത് ആരാണ്? കൂടുതലും നമ്മൾ മനുഷ്യന്മാരാണ് ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ജീവനില്ലാത്ത ആ ഒരു സണ്ണിന് നമ്മൾ ജീവനുള്ള മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി അങ്ങോട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ദ പ്ലാന്റ്, ദ ഫ്ലവർ ഈസ് ഡാൻസിങ്, ദ ഫ്ലവർ ഈസ് ഡാൻസിങ്, ആ പൂവ് ഡാൻസ് കളിക്കുകയാണ്. പൂവ് ജീവനില്ലാത്തതാണ്, അത് ഡാൻസ് കളിക്കുകയാണ്. സോ അതാണ് നമ്മുടെ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെറ്റഫർ, അടുത്ത് വരുന്നതാണ് മെറ്റഫർ. അതെന്താണ്? മെറ്റഫർ എന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, ആസും ലൈക്കും അല്ലാണ്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നോക്കാം. ഹാപ്പിനെസ് ഫ്ലോട്ട്സ്, ഹാപ്പിനെസ് എന്ത് ചെയ്യാണ്? ഫ്ലോട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്, ഒഴുകി നടക്കുകയാണ്. ഓക്കെ, ഹാപ്പിനെസ് ഒഴുകുകയാണ്. ഹാപ്പിനെസ് ഈസ് കമ്പയർഡ് ടു സംതിങ് ഫ്ലോട്ടിങ് ഫ്രീലി, ഒരു ഫ്രീ ആയിട്ട് ഒഴുകി നടക്കുന്ന ഒന്നായിട്ടാണ് നമ്മളുടെ ഹാപ്പിനെസ്സിനെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വേൾഡ് ഫോൾസ് ഇൻ അറൗണ്ട് യു, അതായത് നമ്മുടെ പ്രോബ്ലംസ് ആർ കമ്പയർ ടു കൊലാപ്സിങ് വേൾഡ്, അല്ലേ? തകർന്നടിയുന്ന ഒരു ലോകമായിട്ടാണ് നമ്മളുടെ എന്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്? വേൾഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് മനസ്സിലായല്ലോ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. എവിടെയാണ് നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യാണ്? ഒരു ഒബ്ജക്റ്റിലേക്കോ ഒരു ആക്ഷനിലേക്കോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഇമേജറി. ഇമേജറി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വിവിഡ് ഇമേജ് എന്ന് വെച്ചാൽ, വിവിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്ലിയർ ആയിട്ടുള്ള, അല്ലേ? ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് റീഡറിൻ്റെ മനസ്സിൽ കൊടുക്കുന്നതിനെയാണ് വിവിഡ് ഇമേജറി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് വായിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ്, നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ഓക്കെ, ഇപ്പോൾ ചുമ്മാ ഒരു ഇത് പറയാം, കുറച്ച് വേർഡ്സ് പറയാം. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, കാർ, സീ, ബേർഡ്, അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, കോഫി, കേക്ക്, റൈപ്പ്, പീച്ചസ്, പീസ്ഫുൾ ആയിട്ടുള്ള ട്രീ ഹൗസ്, പേറി ഓഫ് നോയ്സ്, ഡസ്റ്റ്, ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ഇമേജസ് കിട്ടുന്നുണ്ടല്ലേ. ഇനി അടുത്തത് സിമിലി, ഫേമസ് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഓൾമോസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന എല്ലാ പോയിംസിലും ഇത് നമുക്ക്
കാണാറും ഉണ്ടല്ലേ. ഇതൊരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ലൈക്കും ആസും യൂസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഓക്കെ, സിമിലിയുടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ് ലൈക്ക് ടിക്കറ്റ്, സ്ക്രബ്സ് ഓർ ചേഞ്ച്. അല്ലേ, അവിടെ ലൈക്ക് കണ്ടോ? സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ് ലൈക്ക് ടിക്കറ്റ്, സ്റ്റബ്സ് ഓർ ചേഞ്ച്. ടിക്കറ്റ്സിൻ്റെ പീസസോ അല്ലെങ്കിൽ ചേഞ്ചസോ, കോയിൻ്റെ ചേഞ്ചസോ പോലെ എന്ന് പറഞ്ഞാൽ, പോലെ എന്ന് പറയത്തില്ലേ, അതാണ് പറഞ്ഞത്. ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞാൽ ലൈക്ക് എ റെഡ് റോസ്. അപ്പോൾ സിമിലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആസ് ബ്രേവ് ആസ് എ ലയൺ. ആസും ലൈക്കും വരും എന്ന് പറഞ്ഞല്ലേ. ആസ് ബ്രേവ് ആസ് എ ലയൺ, ഒരു ലയനെ പോലെ അല്ലേ, ബ്രേവ് ആണ്. അങ്ങനെ ഒക്കെ ലൈക്കും വരും, പിന്നെ ആസും വരും. അടുത്ത വരുന്നത് സിംബോളിസമാണ്. സിംബൽസ്, ഓരോ അടയാളങ്ങൾ കാണിക്കുമ്പോൾ അതിനൊരു എക്സാക്റ്റ് ഒരു മീനിങ് കാണും. ഇപ്പം മൂൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബ്യൂട്ടിയാണ് അല്ലേ. ബ്യൂട്ടി, ഹാപ്പിനെസ് അങ്ങനെയൊക്കെയാണ് മൂണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈറ്റ് സ്കൈനെ ഇവിടെ എന്തായിട്ടാണ് ഒരു സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എ പേഴ്സൺ ഹു ഷെയർസ് ഹാപ്പിനെസ് വിത്തൗട്ട് ക്ലെയിമിങ് ക്രെഡിറ്റ് അല്ലേ. സ്കൈയിലാണ് ആ ഒരു മൂണുള്ളത്. ആ മൂണിനെ ഹോൾഡ് ചെയ്യുന്നതിനുള്ളൊരു ക്രെഡിറ്റ് എടുക്കുന്നില്ല നമ്മുടെ സ്കൈ അല്ലേ. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് എടുക്കാത്തൊരു മനുഷ്യനെ പോലെയാണ് നമ്മൾക്ക് ഇതിൽ നമ്മളുടെ നൈറ്റ് സ്കൈ. സോ ഇത്രയുമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് വരുന്നത്. നമ്മളൊരു പോയത്തിൻ്റെ ഓവറോൾ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്, നമുക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഒരു സന്തോഷമുള്ളൊരു വ്യക്തി എല്ലാ കാര്യത്തിലും, ചെറിയ കാര്യത്തിൽ വരെ, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ സൗന്ദര്യം കണ്ടെത്തും, ബ്യൂട്ടി കണ്ടെത്തും. ഹാപ്പിനെസ് ഗ്രോ ചെയ്യും, അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡും ചെയ്യും. ഓക്കെ, the poem beautifully portrays happiness as a free, overflowing emotion that transforms both the individual and the world around. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഷോർട്ടായിട്ടുള്ള, എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു വെരി ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏതാണ് ചാപ്റ്ററിൻ്റെ സമ്മറി വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.